ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂവാറിലുള്ള ഐസോല ഡി കോക്കോ എന്ന് പറയുന്ന ഒരു ആയുർവേദിക് റിസോർട്ടിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വാ നമുക്ക് വീഡിയോ കാണാം. ആയൂർ തീരം എന്നും ഈ റിസോർട്ടിന് പേരുണ്ട്. ഇത് പൂവാറാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബൈപ്പാസിലൂടെ കടന്ന് ഇതാണ് ആയൂർ തീരം എന്ന് പറയുന്ന ഐസോല ഡി കോക്കോയുടെ മെയിൻ എൻട്രൻസ്. അവിടെ തന്നെ ചെറിയൊരു തടാകം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മെയിനായിട്ട് ബോട്ടിംഗ് സർവീസസ് അവൈലബിൾ ആണ്. ഒരു ആയുർവേദിക് റിസോർട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വിദേശികളൊക്കെ ധാരാളമായിട്ട് ഇവിടെ വരാറുണ്ട്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും സ്പായും വീഴ്ചലും എല്ലാം ഇവിടെ നടത്താൻ വേണ്ടി. അതായത് ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു ആയുർ തീരം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് സെൻറ്റർ കൂടെയുണ്ട്. ഫോറിനേഴ്സും പിന്നെ നോർത്ത് ഇന്ത്യൻസും കൂടുതലായിട്ട് ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനായിട്ട് വരാറുണ്ട്. അതായത് ഈ ആയുർ തീരം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് പോലെയാണ്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും സെപ്പറേറ്റ് റൂംസും ആണ്. അവിടെ തന്നെയാണ് ഈ മസാജസും സ്പായും കിഴിയും മറ്റ് ആയുർവേദിക് തെറാപ്പികളൊക്കെ നടത്തുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് സാധാരണ റിസോർട്ട്. ഐസോല ഡി കോക്കോ ആയുർവേദിക് ബീച്ച് റിസോർട്ട് പ്രോപ്പർട്ടി അതിൻ്റെ ലേഔട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 83 റൂംസ് ഇവിടെ ഉണ്ട്. റൂംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സെപ്പറേറ്റ് കെട്ടിടം പോലെ തന്നെയാണ് റൂംസ്. നമ്മൾ സാധാരണ ഒരു ഹോട്ടൽ പോലെയല്ല. റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ അതിൻ്റെ ഒരു ലേഔട്ടിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാളൊക്കെ വുഡാണ്. വുഡും പിന്നെ മെയിനായിട്ട് വുഡും പിന്നെ ആ ഒരു ഓടും വെച്ചാണ് ഇവിടെ റൂംസൊക്കെ ചെയ്തിരിക്കുന്നത്. ബിൽഡിങ് പോലെയല്ല, സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പഴയ തറവാട് വീടൊക്കെ പോലെ തോന്നും. അത് അതിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് റൂംസിൻ്റെയൊക്കെ ഫോട്ടോസ് കാണാം. റൂംസിൻ്റെ ഉള്ളിലും വുഡാണ്, പുറമേ ഉള്ളതുപോലെ തന്നെ ഉള്ളിലും വുഡൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെയൊക്കെയാണല്ലോ അവർ താല്പര്യപ്പെടുന്നത്. സാധാരണ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന് വിപരീതമായി വേറൊരു ആംബിയൻസാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് ആയുർ തീരത്തിൻ്റെ ഒരു എൻട്രൻസ് ആണത്. റൂംസിൻ്റെ ഉള്ളിലും വളരെ ഭംഗിയുള്ളതാണ്. ഇതവിടെ റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയ തന്നെ വളരെ വിശാലമാണ്. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാനും വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും അതിൻ്റെ കൂടുതൽ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലോട്ടേക്ക് പോകാം. ഈ ബീച്ച് റിസോർട്ട് കൂടാതെ ആയുർവേദിക് സ്പാ, ട്രീറ്റ്മെൻറ്റ് റിസോർട്ട് എന്നിവ പൂവാറിൽ വളരെ പ്രശസ്തമാണ്. റിവൈവ് സലൂൺ ആൻഡ് സ്പാ അതൊരു വേറൊരു ഇതാണ് അവിടെ കാണുന്നത്. പൂവാറിൽ ഇങ്ങനെ അനേകം റിസോർട്ട്സ് അവൈലബിൾ ആണ്. അതിലൊരു പ്രധാനപ്പെട്ട റിസോർട്ട് തന്നെയാണ് ഈ ഐസോല ഡി കോക്കോ. അവിടെ സെപ്പറേറ്റ് പ്രൈവറ്റ് പൂൾ റിസോർട്ട്സും അവൈലബിൾ ആണ്. ഇതൊരു ട്രീ ഹൗസ് ആണ്. നമ്മൾ ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ്. അത് റൂമാണ് ആക്ച്വലി. അതിനുള്ളിൽ നമുക്ക് ആ റൂമിന് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ വേണമെങ്കിൽ താമസിക്കാം. ഒരു ഏറുമാടത്തിൽ താമസിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഇവിടെ റൂംസിന് അത്യാവശ്യം സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം ഒരു 4500 പ്ലസ് ടാക്സ് ആണ് വരുന്നത്. അതായത് 5000 അടുത്ത് വരുന്നുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ റൂംസിന്. ഒരു പ്രീമിയം റിസോർട്ടാണിത്. കൂടാതെ വേറെ പല അട്രാക്ഷൻസും ഇവിടെ ഉണ്ട്. 2 സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഒരു മെയിൻ സ്വിമ്മിംഗ് പൂൾ കോമൺ ആയിട്ട്, പിന്നെ സെപ്പറേറ്റ് പ്രൈവറ്റ് ഉണ്ട്. ഇത് വെൽക്കം ഡ്രിങ്ക് ആണ്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. വെൽക്കം ഡ്രിങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് മെയിൻ പൂൾ. വളരെ മനോഹരമായൊരു പൂളാണിത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ഇൻഫിനിറ്റി പൂൾ സെറ്റപ്പ് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ പൂളിൻ്റെ നേരെ പുറകിൽ കാണുന്നത് കടലാണ്. കടലിനോട് ചേർന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. വളരെ മനോഹരമായ വ്യൂ ആണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയ ആണ്. ഇവിടുന്നൊക്കെ നമുക്ക് ഡൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആസ്വദിച്ച് കടൽ, അത് ദൂരെ കാണുന്ന കടലാണ്. കടൽ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും. പൂളും ആസ്വദിക്കാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുന്ന് സ്പെഷ്യൽ ബോട്ട് സർവീസസ് അവൈലബിൾ ആണ്. നമുക്ക് ആ കടലിലേക്ക് വേണ്ടി പോകാം. കൂടാതെ ആ ലേക്ക് കാണാമല്ലോ, ആ ഒരു ലേക്കിലൂടെയുള്ള ബോട്ട് റൈഡും അവൈലബിൾ ആണ്.
നമ്മൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇവിടെ എത്തി ആ പൂളിൻ്റെ ഭംഗിയും അതൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്സിന് ആ ചെറിയ പൂളുണ്ട്, ആ ഡെപ്ത് കുറഞ്ഞ ഏരിയ ഉണ്ട്. ഇതാണ് ആ വ്യൂ. നേരെ പൂളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ബോട്ട് സർവീസ് കാണാം, അതിൻ്റെ അപ്പുറത്ത് കടലും കാണാം. ഒരു മനോഹരമായൊരു വ്യൂ ആണ്. ആ ഏരിയയിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങി അവിടെയുള്ള തെങ്ങും തോപ്പും മറ്റും കാണാം. ഇത് ഓപ്പൺ ഷവറാണ്. ഞാൻ ഇത് അധിക സ്ഥലത്തും കണ്ടില്ല. എന്തായാലും സൂപ്പർ ഐറ്റമാണിത്. നമുക്ക് മഴയത്ത് കളിക്കുന്ന ആ ഒരു ഫീല് ലഭിക്കും. മഴയത്ത് ഡാൻസ് കളിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ. കാരണം ആ പൈപ്പിൽ നിന്ന് നല്ല റെയിൻ എഫക്റ്റ് നമുക്ക് ലഭിക്കും. കുട്ടികളൊക്കെ അവിടെ കിടന്ന് ആസ്വദിക്കുകയാണ്. എന്തായാലും ഒരു മനോഹരമായ സംഭവമാണ്. ഇത് പല സ്ഥലത്തും കാണാറില്ല. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ സംഭവം. ഫുൾ പച്ചപ്പാണ് ഇവിടെ. ഫുൾ ചെടികളും പൂക്കളും മരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വേറെ റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താഴെ മുകളിലൊക്കെ ആയിട്ട് പല പല വെറൈറ്റി റൂംസ് ഇവിടെ ഉണ്ട്. പല ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. മറ്റേ പ്രൈവറ്റ് പൂളായിട്ടുള്ള റൂംസ് ഉണ്ട്, ജക്കൂസി വരുന്ന റൂംസ് ഉണ്ട്. അങ്ങനെ കൂടാതെ ഈ പറഞ്ഞ ആയിരത്തീരം എന്ന് പറയുന്ന സ്ഥലത്ത് സെപ്പറേറ്റ് റൂംസാണ്. അത് വേറെ തന്നെ ഒരു ഏരിയ പോലെയാണ്. ഇവിടെ ഊഞ്ഞാലും കിഡ്സിന് വേണ്ട ഒരു പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഡ്സിനൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഐസോല ഡി കോക്കോ. ഐസോല ഡി കോക്കോ എന്ന് പറയുന്ന ആ പേര് ഇതിനൊരു പ്രത്യേകതമായ പേരാണ്. കൂടാതെ ഇതിന് ആയുർ തീരം എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ആയുർവേദിക് റിസോർട്ടാണിത്. അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, പാട്ട് പാടാം, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. വളരെ മനോഹരമായൊരു വ്യൂ ആണ്. ഇത് നമ്മുടെ നെയ്യാറിൻ്റെ ഭാഗമാണ്. നെയ്യാറ് കടലിലോട്ട് ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ബോട്ട് സർവീസ് ഉണ്ട്. നമുക്കിവിടെ ഐസോല ഡി കോക്കോയിൽ നിന്ന് നമുക്ക് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ബോട്ട് വരും. അവിടെ കയറി നമുക്ക് പോകുന്നതാണ്. ഇങ്ങനെ കറങ്ങി ഉള്ളിലൂടെയൊക്കെ കറങ്ങി കുറച്ച് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ കറങ്ങി കാടലൊക്കെ കണ്ട് തിരിച്ച് ഈ ഐസോല ഡി കോക്കോയിൽ തന്നെ വരാൻ വേണ്ടി പറ്റും. അതൊരു പ്രൈവറ്റ് സെറ്റപ്പ് പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ പലരും യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ നെയ്യാറിൻ്റെ ഈ എൻഡായ പുഴയിലൂടെ പൂവാറിൽ കാണുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബൈപ്പാസ് വഴി, അതായത് 35-40 കിലോമീറ്റർ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നേരെ പൂവാറിലേക്ക് എത്താൻ വേണ്ടിയുണ്ട്. നമുക്ക് ബൈപ്പാസ് വഴി വരാൻ വേണ്ടി എളുപ്പം എത്താൻ വേണ്ടി പറ്റും. കൂടാതെ മറ്റേ പഴയ NH വഴിയും വേണ്ടി വരാൻ വേണ്ടി പറ്റും. ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഡേ ഔട്ടിന് അവർ ചാർജ് ചെയ്യുന്നത് 1300 പ്ലസ് ടാക്സ് ആണ്. ഏകദേശം ഒരു 1500 ആണ് ഡേ ഔട്ടിൻ്റെ ചാർജ് വരുന്നത്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയാണ്. ലഞ്ച് ബുഫേ ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. അനവധി കാര്യങ്ങളുണ്ട് ഇവിടെ. സൂപ്സാണ്, ഒരു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സൂപ്പാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വരവെത്തുന്നത്. നാടൻ ചോറ്, പിന്നെ ഫ്രൈഡ് റൈസ്, കൂടാതെ കുറേ പപ്പടം, സാലഡ്സ്, ഫ്രൂട്ട് കട്ട്, വെജിറ്റബിൾ കട്ട്സ്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായും തന്നെ. കോണ്ടിമെൻറ്റ്സ് കുറേ ഉണ്ട്. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഈ ഡേ ഔട്ടിൻ്റെ പാക്കേജിൽ വരുന്നതാണ്. 1500 വരുന്നതാണിത്. ലഞ്ച് ബഫേ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ പൂൾ ഏരിയ അതൊക്കെ കോമൺ ആണ്. ആ കോമൺ ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പാസ്ത ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഒരു മോശമില്ലാത്തൊരു സെറ്റ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഒരു 3-4 ഐറ്റം നോൺ വെജ് ഐറ്റംസും ബാക്കി വെജിറ്റേറിയൻ ഐറ്റംസും, കൂടാതെ ലാസ്റ്റ് ഐസ്ക്രീംസ്, അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. പനീർ ബട്ടർ മസാല. അപ്പോൾ വെജിറ്റേറിയൻസ് ആയുള്ള ആൾക്കാർക്ക് ഒരു വൈഡ് വെറൈറ്റീസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നോൺ വെജ് മെയിനായിട്ട് ഫിഷും പിന്നെ ചിക്കനും, പിന്നെ പാസ്ത, അങ്ങനെ നോൺ വെജ് പാസ്ത അങ്ങനത്തെ ഐറ്റംസും, നോൺ വെജ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസും അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 o'clock ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഹണി ഗ്ലേസ്ഡ് വെജാണ്. അതായത് നമ്മൾ ഹണി ഗ്ലേസ്ഡ് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് വെജ് ഐറ്റമാണ്. ഹണി ഗ്ലേസ്ഡ് ആയിട്ടുള്ള പുളിശ്ശേരി, കപ്പ, തോരൻ. അതായത് ചില ആൾക്കാർ ഇപ്പോൾ ചോറൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ട ചോറും, അതായത് മീൽസ് ഐറ്റംസും ഉണ്ട്. ഇത് നോൺ വെജ് സാലഡ്സാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. നോൺ വെജ് ആയ ഐറ്റംസാണ്. കൂടാതെ നോൺ വെജ് സാലഡ്സും ചിക്കൻ ഫ്രൈഡ് റൈസ് വരുന്നുണ്ട്. മീൻ കറി ഉണ്ട്, കേരള ഫിഷ് കറി, നല്ല മുളകിട്ട മീൻ കറി, ചുവപ്പ് കളർ കാണാം. നല്ല വലിയ വലിയ പീസുകൾ തന്നെയാണ്. കൊള്ളായിരുന്നു. മീൻ കറിയും ചിക്കനും ഒക്കെ നന്നായിരുന്നു.
ഐസ്ക്രീംസ് ഒരു വെറൈറ്റി ഐസ്ക്രീം ഉണ്ടായിരുന്നു, കൂടാതെ കട്ട് ഫ്രൂട്ട്സ് ആയ കുറച്ച് ഐറ്റംസും, പിന്നെ ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, കൂടാതെ ഗുലാബ് ജാമുൻ, പായസം, അങ്ങനെ 4-5 വെറൈറ്റി ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്. ഗുലാബ് ജാമുനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഇത് പായസമാണ്, സേമിയ പായസം. ഇതാണ് ഞാനെടുത്ത ഒരു ഡെസേർട്ട്സിൻ്റെ ഐറ്റംസ്. ഐസോല ഡി കോക്കോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. ഇറ്റാലിയനിൽ ഐലൻഡ് ഓഫ് കോക്കനട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു ഐലൻഡ് തന്നെയാണല്ലോ, ഒരു പൂവാർ എന്ന് പറയുന്നത് തന്നെ ഒരു ഐലൻഡ് ഏരിയ ആണ്. നമുക്ക് ഈ ബോട്ട് വഴി വരണം ഉള്ളിലോട്ട് കിടക്കാൻ, അല്ലെങ്കിൽ പാലം വഴി. നമ്മൾ വന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പാലം കയറിയാണ് ഉള്ളിലോട്ട് വന്നത്. അപ്പോൾ അതൊരു ഐലൻഡാണ്, പൂവാർ ഐലൻഡ് തന്നെയാണ് അറിയപ്പെടുന്നത്. പൂവാറിൽ ഈ റിസോർട്ട്സിൻ്റെ ഇഷ്ടം പോലെ റിസോർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. പല വെറൈറ്റിയും പല ടൈപ്പ് ഓഫ് റിസോർട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളതിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് തൊട്ടടുത്താണ് സരോവർ പ്രീമിയം എന്ന് പറയുന്ന മറ്റൊരു റിസോർട്ടുള്ളത്. തൊട്ട് ചേർന്ന്, അതായത് ഇതിനോട് ചേർന്ന് തന്നെ പല പല റിസോർട്ട്സും അവൈലബിൾ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഓപ്പൺ ഷവർ ഏരിയ, ആ ഒരു റെയിൻ എഫക്റ്റ് തന്ന സംഭവമാണിത്. നിങ്ങൾക്ക് അതിൻ്റെ പല ഷവറിൻ്റെ ആ ഒരു നോബ്സ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ കഴിഞ്ഞ് നമ്മളതിന് ചായ പിടിക്കാൻ വേണ്ടി പോവാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചായ അവൈലബിൾ ആണ്. പഴംപൊരിയാണ്, നല്ലൊരു കട്ടൻ ചായയും പഴംപൊരി എടുത്ത് നൈസായിട്ട് ഇങ്ങനെ ആ ഒരു വൈബ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. ഇവിടെ ഐസോല ഡി കോക്കോ പൂവാർ എഴുതി കാണാം. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ റിസോർട്ടിൻ്റെ പേര് തന്നെ നമുക്ക് കിട്ടുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ബീച്ചിനോട് മറ്റേ പൂളിനോട് ചേർന്നാണുള്ളത്. ഇതിന് താഴെ നല്ലൊരു ഏരിയ ആണ്, ഗ്രാസൊക്കെ വെച്ച ഒരു ഏരിയ ആണ്. ഗെയിംസും മറ്റും അവൈലബിൾ ആണ്, നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഏകദേശം 83 റൂംസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ ഐസോല ഡി കോക്കോ. നിങ്ങൾക്ക് റിസോർട്ടിൽ സ്റ്റേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡേ ഔട്ട് ആയിട്ടാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.